വാർത്തയിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവാഭരണ മുൻ കമ്മീഷണർ KS ബൈജുവിനെ ഡിസംബർ 11 വരെ റിമാൻഡ് ചെയ്തു. ഇന്ന് 4 മണിവരെയായിരുന്നു KS ബൈജു SIT കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നത്. ലിജോ ലോറൻസ് വിവരങ്ങൾ നൽകും. ലിജോ, ബൈജുവിനെ വീണ്ടും റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. വീണ്ടും കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കമുണ്ടാവുമോ? ഇനി എന്തായിരിക്കും അന്വേഷണ സംഘത്തിന്റെ തുടർ നടപടി? അനീഷ, ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവാഭരണ മുൻ കമ്മീഷണർ KS ബൈജുവിനെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങളായിരുന്നു ഇന്ന് കൊല്ലത്തെ വിജിലൻസ് കോടതിയിൽ വന്നത്. ഒന്ന്, അയാളുടെ ജാമ്യ ഹർജിയിലുള്ള ഒരു വിധി വന്നിരുന്നു. ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ഒരു വിധിയാണ് കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. രണ്ടെന്ന് പറയുന്നത് കസ്റ്റഡി കാലാവധി റിമാൻഡ് കാലാവധി അവസാനിച്ചതിനെ തുടർന്നായിരുന്നു ഇന്ന് വീണ്ടും കോടതിയിൽ ഹാജരാക്കിയത്. ആ സമയത്ത് ഒരു ദിവസത്തെ കസ്റ്റഡി അന്വേഷണ സംഘം, പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെടുകയും അത് അനുവദിച്ച് നൽകുകയും ചെയ്യുകയായിരുന്നു. 4 മണി വരെ ആയിരുന്നു ചോദ്യം ചെയ്യാൻ അനുവാദം നൽകിയിരുന്നത്. കൊല്ലത്ത് വെച്ച് തന്നെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം പത്മകുമാറും വാസുവും ഒക്കെ നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിൽ അതിൽ ബൈജുവിന്റെ പേരുൾപ്പെടെയുള്ള പരാമർശങ്ങൾ വന്നതിനെ തുടർന്നാണ് കൃത്യമായി അക്കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് ചോദ്യം ചെയ്തതെന്നാണ് പറഞ്ഞത്. അതിനുശേഷം തിരികെ ഇപ്പോൾ ജയിലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. ഡിസംബർ 11 വരെ ബൈജുവിനെയും റിമാൻഡ് ചെയ്തിട്ടുണ്ട്. 3-ാം തീയതി വാസു നൽകിയ ജാമ്യ ഹർജിയിലുള്ള ഒരു വിധിയും കൊല്ലം വിജിലൻസ് കോടതിയുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. എന്തായാലും കട്ടളപ്പാളി കേസിലും ഒപ്പം തന്നെ ദ്വാരപാല ശില്പങ്ങളുടെ കേസിലും 2 കേസിലും പ്രതിയായിട്ടുള്ള ആളാണ് തിരുവാഭരണ മുൻ കമ്മീഷണറായിട്ടുള്ള KS ബൈജു. ബൈജുവിനെയാണ് ഇപ്പോൾ വീണ്ടും റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ശരി, ലിജോ ലോറൻസ് ആണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.